മാഡം, ദുർഗാദേവിയുടെ ആളുകളുടെ ഒളിസങ്കേതമാണ് ഇവിടെ. ഇവിടെ പോയി എന്തായാലും അവരെ കാണാണ്ടിരിക്കില്ല. നമുക്ക് പോയി നോക്കാം. ഇതാണ് അവരുടെ ഒളിസങ്കേതം. നല്ല അടിപൊളി ഒരു സാധനം കണ്ടില്ല, പീസാന്ന് തോന്നണ. ഇവിടെ കാണാത്ത സാധനമുള്ള ആശാനത്. ആശാനെ, അവരിങ്ങോട്ടാണല്ലോ പറഞ്ഞത്. ആര് വന്നാലും ഇപ്പൊ നമുക്കെന്താ? അല്ല മാഡം, നിങ്ങൾ ദുർഗാദേവിയുടെ അനിയത്തിയല്ലേ? അതെ, ഞാൻ ആര്യദേവി. ഇത് ദുർഗാദേവിയുടെ മകളും ഭർത്താവും. എന്റെ മമ്മയെ കൊലപ്പെടുത്തിയത് കുമാരനാണ്. ഏത് രീതിയിലായാലും അവനെ നിങ്ങൾ തീർക്കണം. എത്ര പണം വേണേലും മുടക്കാം, നിങ്ങൾ അവനെ തീർത്തിരിക്കണം. നിങ്ങളെ സേഫ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ടിക്കറ്റും ഓക്കെ ആക്കിയിട്ടുണ്ട്. ഓക്കെ മാഡം, ഞങ്ങൾ ഏറ്റത്. കുമാര, വളരെ അപകടകരമായ ഒരു കാര്യം എനിക്കറിയാൻ കഴിഞ്ഞു. എന്ത്? ദുർഗാദേവിയുടെ ഇരട്ട സഹോദരിയായ ആര്യാദേവിയും മകളും അമേരിക്കയിൽ നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയെന്ന് നിനക്കറിയോ? നിന്നെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് നീ വളരെ ശ്രദ്ധിക്കണം. ദുർഗാദേവിയുടെ ഗുണ്ടകള് എന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഷം മാറി ഈ കാട്ടിൽ താമസിക്കുന്നത്. ഈ ഗുണ്ടകളെ എല്ലാവരെയും വകവരുത്തിയതിന് ശേഷമേ ഞാൻ എൻ്റെ നാട്ടിലേക്ക് വരുള്ളൂ. വാശിയല്ല, എൻ്റെ അച്ഛനോടുള്ള ഒരു കടമ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് എപ്പോഴും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നീ വളരെയധികം ശ്രദ്ധിക്കുക, സൂക്ഷിക്കണം. ചേട്ടാ, ദാസൻ, ഇരിക്കി. ഞാൻ വന്നതേ എന്റെ അനിയനെ തേടി വന്നാ. അവനെന്തിനു സംഭവിച്ച ഞാൻ വെറുതെ ഇരിക്കില്ല ജോർജ് ചേട്ടാ. നീ പറഞ്ഞത് ശരിയാ. കുമാരനും ദാസനും അച്ഛനില്ലാത്തൊരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. ദാസനും കുമാരനും ഈ കൈത്തണ്ടയിൽ കിടന്നു വളർന്നവരാ. മക്കളെ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ എന്റെ മനസ്സ് വേദനിക്കും. മക്കളെ, എന്റെ അനുജൻ ബുദ്ധിവികാസമില്ലാത്ത ഒരുത്തനാണ്. അവനെ കാണാൻ വേണ്ടിയിട്ടാ ഞാൻ ഇവിടെ വരെ വന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, കുമാരന് ധൈര്യം കൊടുത്തത് ഞാനാണ്. പക്ഷേ ആരെയും കൊല്ലാനുള്ള ധൈര്യം കൊടുത്തിട്ടില്ല. അവൻ ദുർഗേനെയും കൊന്നു, ദുർഗയുടെ കൂട്ടത്തിലൊരുത്തിനെയും കൊന്നു. 2 കൊലപാതകം നടത്തി. അതിന് ഞാൻ കൂട്ടുനിന്നിട്ടില്ല. പക്ഷേ കുമാരനിപ്പോ ഒളിവിലാണ്. എന്റെ അനിയൻ ഇപ്പൊ എവിടെ? ദാസ, കുമാരനെ ഞാൻ പല പ്രാവശ്യം വീട്ടിലേക്ക് വിളിച്ചു, പക്ഷെ അവൻ വന്നില്ല. ഞാനവനെ കണ്ടു, ഒരു ദിവസം കാട്ടിൽ വെച്ച്. കുമാര, നീ എത്ര നാൾ ഈ കാട്ടിൽ വിളിച്ചിരിക്കും? നീ നിന്റെ വീട്ടിലേക്ക് വരണില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. നിന്റെ ജ്യേഷ്ഠൻ എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ അവനോട് എന്താ പറയണ്ടേ? ഒരു കാരണവശാലും എന്റെ ചേട്ടനെ ഈ കാട്ടിലേക്ക് വിടരുത്. ദുർഗാദേവിയുടെ എല്ലാ ഗുണ്ടകളെയും വകവരുത്തിയിട്ട് ഞാൻ ഈ കാട്ടിൽ നിന്നും അങ്ങോട്ട് വരും. അപ്പോഴും ഞാൻ അവനെ വീട്ടിലേക്ക് വിളിച്ചു, പക്ഷെ അവൻ വന്നില്ല. അവൻ പറഞ്ഞ വാക്കുകള്, ദാസ ശ്രദ്ധിക്ക്, എന്റെ അച്ഛൻ അവര് കൊന്നു. ഞാൻ ഒറ്റപ്പെട്ടുപോയി. ദുർഗാദേവിയുടെ ഗുണ്ടകൾ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ അവരെ അവസാനിപ്പിച്ചിട്ടേ ഞാൻ ഇനി തിരിച്ചു വരുള്ളൂ എന്ന് ശബ്ദം ചെയ്തിരിക്കുന്നു എന്നാണ് അവൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്.
എന്നാ ഞാൻ ഇറങ്ങാം. അപ്പൊ ദാസ, വലിയ പ്രശ്നങ്ങളൊന്നും ചാടാൻ നിൽക്കണ്ട. ശ്രദ്ധിക്കുക. എന്നാലും അവൻ എവിടെ കൊണ്ടുവച്ചു? കിട്ടിയാലത് കോടികളുടെ മുതലാ. കിട്ടിയ രക്ഷപ്പെടാം. ഈ കാട്ടുവഴി കൂടെ അല്ല ഒരു പോയിരുന്നത്. ആശാനെ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആശാനെ സ്വർണം കൊണ്ടുവരും പിടിക്കാൻ നോക്ക്. ഇവനെ ഒരു കാരണവശാലും ചാടിപ്പോരുത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, രണ്ടാളും കൂടി അവരെ പിടിക്ക്. വേഗം ചെല്ല്, വേഗോട്ടെ. നീ എന്താ വിചാരിച്ചടാ? വേഷം മാറി കാട്ടിലൊളിച്ചാലും ഞങ്ങൾ മനസ്സിലാവുന്നില്ല വെച്ചാ. ഇന്നത്തോടെ അവസാനിപ്പിക്കുന്നില്ല എല്ലാ കളികളും. ഓർത്തോടാ.
ഔസേപ്പച്ച, നീ ഒരു സംഭവം അറിഞ്ഞോ? എടാ, ചന്ദ്രനോട് മറഞ്ഞ കൂട്ടത്തിൽ കുറെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഉണ്ടായിരുന്നില്ലേ? അതിന്റെ അന്വേഷണത്തിൽ പോലീസ് കാട് മുഴുവൻ അരിച്ചു പറക്കായിരുന്നു. ആ സമയത്ത് നമ്മുടെ കുമാരനെ പൊക്കിടാ. പോലീസ് കുമാരനെ പൊക്കിന്ന്